ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സിവിൽ സർവീസ് ഫൗണ്ടേഷന്റെ ക്ലാസ്സിൽ എത്തിയവരായിരിക്കും അല്ലേ? എന്താണ് സിവിൽ സർവീസ് നമുക്കറിയാം അല്ലേ? നിങ്ങളൊക്കെ സിവിൽ സർവീസ് ഇഷ്ടപ്പെട്ടിട്ട് ഫൗണ്ടേഷൻ കോഴ്സിന് വന്നവരല്ലേ? ഓക്കെ, നമുക്ക് എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ സിവിൽ സർവീസ് ഇഷ്ടപ്പെടാൻ കാരണം? ഓക്കെ, പലരും പല പല ആൻസേഴ്സ് പറയുന്നുണ്ട്. സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഏറ്റവും പവർഫുൾ ജോബ് ആയത് കാരണമാണ്. ഓക്കെ, അങ്ങനെ പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങളും പറയുന്നവരുണ്ടല്ലേ. പക്ഷെ ഏറ്റവും നമ്മൾ എന്തുകൊണ്ടാണ് സിവിൽ സർവന്റ് ആവാൻ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അതിന്റെ സാലറി കണ്ടിട്ടാവരുത്. സാലറി നമുക്ക് അതിലും കൂടുതലായിട്ട് പല ജോബിലും കിട്ടും. ബട്ട് നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയും. നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെ കഴിയുന്ന പവറുള്ള ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്കറിയാം, അത് സിവിൽ സർവീസ്. ഒരു കളക്ടർക്ക് തന്റെ ജില്ലയ്ക്ക് വേണ്ടി പലതും ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാം അല്ലേ? അതുകൊണ്ട് അങ്ങനെ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി, നമ്മുടെ ഇടയിൽ എത്രയോ പാവപ്പെട്ട മനുഷ്യരുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോബിന് പോവാന്നുള്ള അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി, ആ രീതിയിലാണ് നമ്മൾ സിവിൽ സർവീസിനെ നോക്കിക്കാണേണ്ടത്. അതല്ലാതെ സമൂഹത്തിൽ അംഗീകാരം നമുക്ക് വേണം, അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഒരാളാവണം എന്നുള്ളത് കൊണ്ടോ കുറേ പൈസ ഉള്ള ഒരു ജോലി ആയതുകൊണ്ടാവണം, അത്തരം ചിന്തകളൊന്നും ഒരിക്കലും ഒരു സിവിൽ സർവന്റിന് നല്ലതല്ല. അതാവുമ്പോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് പലരും അത് ദുരുപയോഗം ചെയ്യുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നത് നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളൊരു ജോലിയെ നോക്കിക്കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അധികം നിങ്ങളെ പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല. ഫൗണ്ടേഷൻ കോഴ്സിൽ ഓൾറെഡി നിങ്ങൾക്ക് സിവിൽ സർവീസിനെ പറ്റിയും അതിലെ സബ്ജക്റ്റുകളെ പറ്റിയും ഒക്കെ ഒരു ധാരണയുള്ളവരായിരിക്കും അല്ലെ? നമുക്കറിയാം, ഒരു സിവിൽ സർവീസിന്റെ അല്ലെങ്കിൽ UPSC സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനും മെയിൻ എക്സാമിനും ഈവൻ ഇന്റർവ്യൂവിന് വരെ നമുക്ക് വേണ്ടത് നമുക്ക് ബേസിക് ആയ നോളജ് ആണ്. ഒരു ഒരു കാര്യത്തിന് ഒരു അടിത്തറ ഇല്ലാതെ നമ്മളിത് ഇങ്ങനെ ഒരു വീട് പണിതിട്ട് കാര്യമില്ലല്ലോ. ആദ്യം ഒരു തറ വേണം അല്ലെ? അപ്പൊ നമുക്ക് അടിത്തറയാണ്, ബേസിക് ആണ്. നമ്മുടെ ബേസ് സെറ്റ് ആയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് ഇത്തരം ഉന്നത പരീക്ഷകൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് ചെറിയ ക്ലാസ്സുകളിലെ, അതായത് നമ്മൾ അതിന്റെ ബേസ് മുതൽ വൃത്തിയായി വന്നാലേ ആ ഒരു താഴെ തൊട്ട് ആദ്യം തറ പണിത് അതില് പിന്നീട് പണിതുയർത്തി അങ്ങനെ പെയിന്റ് അടിച്ച് അപ്പോഴല്ലേ ഒരു വീടിന് ഒരു ഭംഗി ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ അറിവിന് ഒരു അടിത്തറ വേണം. അതല്ലാതെ കുറേ വലിയ കാര്യങ്ങൾ പഠിച്ചിട്ട് അതിന്റെ ബേസ് ഒന്നും അറിയാതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സിവിൽ സർവീസ്, PSC, സ്റ്റേറ്റ് PSC, ഇപ്പൊ സിവിൽ സർവീസിന് മാത്രം ഞാൻ പറയുന്നില്ല. നമുക്കറിയാം കേരള PSCയിലെ ഏറ്റവും ഉയർന്ന ഒരു പോസ്റ്റാണ്. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്ന ഒരു പോസ്റ്റാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന്റെ. KS എക്സാമും ഗസ്റ്റഡ് പോസ്റ്റുകളിലേക്കുള്ളതാണ്. അപ്പോൾ അത്തരം എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വെറുതെ നമ്മൾ ഇങ്ങനെ കുറെ ബൈഹാർട്ട് ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ അതിന്റെ അടിത്തറ ശക്തമാക്കുക വേണം. അതിന് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലുള്ള പുസ്തകങ്ങൾ, ചെറിയ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇത്തരം പരീക്ഷകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിച്ചിരിക്കേണ്ടത് ഈ 6th ക്ലാസ് മുതൽ 12th ക്ലാസ് വരെ, 6 to 12th NCERT, അത് നമ്മൾ നല്ല വൃത്തിയായി തന്നെ പഠിച്ചിരിക്കണം. ഓരോ വരിയും എന്താണ് ഉദ്ദേശിക്കുന്നത്. 6ാം ക്ലാസ്സിലെ ജോഗ്രഫിയാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 6ാം ക്ലാസ്സിലെ ജോഗ്രഫി വൃത്തിയായി അറിഞ്ഞാൽ മാത്രം നമുക്ക് 7ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലേക്കും 8, 9, 10, 11, 12, 12ാം ക്ലാസ്സിലെ NCERT മാത്രം മതി നമുക്ക് സിവിൽ സർവീസ് ജോഗ്രഫി പോർഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ അതിനൊക്കെ നമുക്ക് ആദ്യം ബേസ് വേണം. ബേസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് 6th NCERT-യിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ദ എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം എന്നുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അധികം ഞാൻ നിങ്ങളെ പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല, കാരണം ഇതെല്ലാം നിങ്ങൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ കേട്ട് പരിചയിച്ച് ഇങ്ങോട്ട് വന്നതായിരിക്കും. ഇനി ഞാൻ ഇത് തന്നെ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഓക്കെ, നിങ്ങൾ NCERT സ്റ്റേറ്റ് സിലബസിലുള്ളവരുണ്ടാവും, CBSE സിലബസിലുള്ളവരും എല്ലാം ഈ ക്ലാസ്സിലെ ഭാഗമായിട്ടുള്ളവരായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോ ചിലർക്കൊക്കെ, അതായത് CBSE സിലബസിലുള്ളവർക്ക് ഈ പാഠങ്ങൾ പരിചിതമായിരിക്കും. മറ്റുള്ളവർക്ക് ഈ പാഠങ്ങൾ അല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഹെഡിങ് എങ്ങനെ ആയിരിക്കണം എന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് പാഠത്തിലേക്ക് പോവാം. ദ എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം, അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ജിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ജിയോ എന്ന് പറഞ്ഞാൽ സംതിങ് അബൌട്ട് എർത്ത് ആണെന്ന് നമുക്കറിയാം. അപ്പൊ എർത്തിനെ പറ്റിയുള്ള പഠനമാണ് ജിയോഗ്രഫി. നമുക്കറിയാം എർത്ത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ. സോളാർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഭൂമിയെയും ഈ സോളാർ സിസ്റ്റത്തിന്റെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങളും പരിചയപ്പെടുത്തുന്ന ഒരു പാഠഭാഗമാണ് ഈ ഒന്നാമത്തെ ചാപ്റ്റർ. നമുക്കതിലേക്ക് പോയാലോ. നമുക്കറിയാം സൺസെറ്റ്, സൂര്യാസ്തമയം കഴിഞ്ഞു കഴിഞ്ഞാല് ആകാശത്ത് നോക്കിയിരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പൊ നോക്കിയിരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ കുട്ടിക്കാലത്ത് നമ്മളെ അമ്മയും അച്ഛനും ഒക്കെ രാത്രി ഭക്ഷണം വാരി തന്നിരുന്നത് ആകാശത്ത് അമ്പിളിയമ്മാവനെ കാണിച്ചിട്ടായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ കണ്ട് നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന ഒരു സാധനമാണ് ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് സൂര്യാസ്തമയത്തിന് ശേഷമുള്ള ആകാശം. നമ്മൾ ആദ്യം നോക്കുമ്പോൾ 1 or 2 ബ്രൈറ്റ് ഡോട്ട്സ് ആകാശത്ത് ഇങ്ങനെ തിളങ്ങുന്നതായിരിക്കും കാണുന്നുണ്ടാവുക. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ബ്രൈറ്റ് ഡോട്ട്സിന്റെ എണ്ണം ഇങ്ങനെ കൂടുന്നതായിട്ട് തോന്നും അല്ലെ. പിന്നെ എന്തായിരിക്കും, നമുക്ക് എണ്ണിയാ തീരാത്ത തിളങ്ങുന്ന ഡോട്ടുകള്, തിളങ്ങുന്ന കുത്തുകുത്തുകള് ആകാശത്ത് ഇങ്ങനെ തെളിഞ്ഞു വരും. അങ്ങനെ ഈ ആകാശം മുഴുവൻ കുഞ്ഞ് തിളങ്ങുന്ന സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു പോകും. ചിലത് ബ്രൈറ്റ് ആയിരിക്കും, ചിലത് ഡിം ആയിരിക്കും. നമുക്കതിനെ നോക്കുമ്പോ എന്താ നമുക്ക് തോന്നുക, ഓ ആരാ ഈ ആകാശത്ത് അധികം ഡയമണ്ട് വിതറിയിരിക്കുന്നത് തോന്നും അല്ലേ. ചിലത് എന്തായിരിക്കും, ടിംഗ്ലിംഗ് ആയിരിക്കും. ടിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ മിന്നി കത്തുന്നത്. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നുള്ള പാട്ട് പഠിച്ചിട്ടില്ലേ നമ്മള്. ചിലത് ടിംഗ്ലിംഗ് ആയിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാല് ചിലത് അങ്ങനെ ടിങ്കിൾ ചെയ്യുന്നത് കാണാറില്ല. ചിലത് മാത്രമേ ഇങ്ങനെ ടിങ്കിൾ ചെയ്യുന്നുള്ളൂ. അത് ജസ്റ്റ് ഗ്ലോ ചെയ്യുന്നേ ഉള്ളൂ. അതായത് മൂണിനെ പോലെ അതിന് നമുക്കൊരു വെളിച്ചം കാണാനുണ്ട്, അതല്ലാതെ അത് ടിങ്കിൾ ചെയ്യുന്നത് കാണാറില്ല. അങ്ങനെ മിന്നി കത്തുന്നതായിട്ട് തോന്നുന്നില്ലല്ലോ. ഇങ്ങനെ ഈ ബ്രൈറ്റ് ഒബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ ആകാശത്ത്? അല്ലല്ലോ. വേറൊരു സാധനം കൂടി ഉണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളുണ്ടല്ലോ, ആരാത്? നമ്മുടെ അമ്പിളിമാമൻ അല്ലെ, അഥവാ മൂൺ. മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നും ഒരേപോലെയാണോ നിങ്ങൾ മൂണിനെ കാണാറ്? ചില ദിവസം മൂൺ ഇങ്ങനെ വട്ടത്തിലായിരിക്കും അല്ലെ. ചില ദിവസം മൂൺ എങ്ങനെയായിരിക്കും, പകുതി വട്ടത്തില്. ചില ദിവസം ഇങ്ങനത്തെ മൂണായിരിക്കും അല്ലെ. ചില ദിവസം ദേ ഒരു ചെറിയ ചന്ദ്രക്കല എന്ന് പറയും നമ്മള്. ചില ദിവസം മൂണേ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മള് മൂണിനെ ആകാശത്ത് കാണാറ്. ഇനി അങ്ങനെ ഫുൾ ആയിട്ടുള്ള മൂണുള്ള ദിവസത്തിന് നമ്മൾ എന്താ പറയാ? ഫുൾ മൂൺ ഡേന് നമ്മൾ പറയുന്ന പേരാണ് ഫുൾ മൂൺ ഡേന് നമ്മൾ പറയുന്ന പേരാണ് പൂർണിമ. എല്ലാ ദിവസവും നിങ്ങൾ ഫുൾ മൂണിനെല്ലാം കാണാമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ഫുൾ മൂൺ ഉണ്ടാവുള്ളൂ. ഫുൾ മൂൺ ഇങ്ങനെ ചെറുതായി വന്ന് ഒരു ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 14 ദിവസത്തിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് അവിടെ അമ്പിളിമാമനെ കാണാനേ പറ്റില്ല, അവിടെ മൂൺ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ദിവസത്തിനെയാണ്
ന്യൂ മൂൺ എന്ന് പറയാം, അല്ലെങ്കിൽ അമാവാസ്യ. ആ ദിവസം നമുക്ക് അമ്പിളിമാമന്റെ നിലാവില്ലാത്തൊരു ദിവസമായിരിക്കും. ആ ദിവസത്തിൽ എന്തായിരിക്കും, നമുക്ക് ആകാശം നല്ല വൃത്തിയായി കാണാൻ പറ്റും. കാരണം അവിടെ അമ്പിളിമാമന്റെ വെളിച്ചമില്ല, നമുക്ക് നക്ഷത്രങ്ങളൊക്കെ നല്ല ക്ലിയർ ആയി കാണാൻ പറ്റും. ആ ദിവസത്തിനെയാണ് നമ്മൾ പൂർണിമ എന്ന് പറയാം, സോറി അമാവാസ്യ എന്ന് പറയാം. ന്യൂ മൂൺ ഡേ ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരു ചെറിയ മൂൺ വരും, വന്ന് 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 വലുതായി വലുതായി 27 ദിവസം ആവുമ്പോ ഫുൾ മൂൺ ആവും. ഓക്കെ, സോറി, അത് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കുറച്ച് സമയം എടുത്തത്, സോറി. എനിവേ, നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം ചോദിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ. എന്താ ചോദ്യം? ഡു യു വണ്ടർ വൈ ക്യാൻ വി സീ ദ മൂൺ ആൻഡ് ഓൾ ദോസ് bright tiny objects ഡ്യൂറിങ് ദ ഡേ ടൈം? അതൊരു ചോദ്യല്ലേ. നമ്മൾ ഈ രാത്രി കാണുന്ന അമ്പിളിമാമനും നക്ഷത്രവും ഒക്കെ രാത്രിയാവുമ്പോ ഈ തിളങ്ങുന്ന നക്ഷത്രവും തിളങ്ങാത്ത നക്ഷത്രവും എല്ലാവരും രാവിലെ ആവുമ്പോ എങ്ങോട്ടായി പോകുന്നത്? അവരവിടെ തന്നെ ഉണ്ടാവില്ലേ? എങ്ങോട്ടാ പോകുന്നത്? സത്യത്തിൽ അവരവിടെ തന്നെ ഉണ്ട്. രാത്രിയുടെ പ്രത്യേകത എന്താ? നമുക്ക് സൂര്യ വെളിച്ചം ഇല്ലാത്ത സമയമാണല്ലേ, സണ്ണിന്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട്. സണ്ണിന്റെ പ്രസൻസ് അല്ലെങ്കിൽ രാവിലെ സണ്ണിന്റെ പ്രസൻസില്, സണ്ണിന്റെ വെളിച്ചത്തില് ഇതൊന്നും നമുക്ക് ദൃശ്യമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. സണ്ണിന്റെ പ്രസൻസ്, സണ്ണിന്റെ ലൈറ്റ് കാരണമാണ് നമ്മുടെ ഭൂമിയിൽ ഒന്നാകെ വെളിച്ചം. ആ സണ്ണിന്റെ പ്രസൻസ് കാരണം നമുക്ക് ഈ അമ്പിളിമാമനെയും നക്ഷത്രങ്ങളെയും ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. The sun, the moon and all those objects shining in the night sky are called celestial bodies. എന്താണ് ആകാശഗോളങ്ങൾ അല്ലെങ്കിൽ celestial bodies എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഈ സണ്ണും മൂണും ഈ ഒബ്ജക്ട്സും, ഈ രാത്രി തിളങ്ങുന്ന ഈ ഒബ്ജക്ട്സും എല്ലാം കൂടിയുള്ള ഇതിനെയാണ് സെലസ്റ്റിയൽ ബോഡീസ് അല്ലെങ്കിൽ ആകാശഗോളങ്ങൾ എന്ന് പറയാ. ചില സെലസ്റ്റിയൽ ബോഡീസ് ഭയങ്കര ബിഗ് ആൻഡ് ഹോട്ട് ആയിരിക്കും. അതുണ്ടാക്കിയിരിക്കുന്നത് ഗ്യാസസ് കൊണ്ടായിരിക്കും. ഈ സെലസ്റ്റിയൽ ബോഡീസ് ബിഗ് ആൻഡ് ഹോട്ട് ആയിരിക്കും. സെലസ്റ്റിയൽ ബോഡീസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെലസ്റ്റിയൽ ബോഡീസ് മേഡ് അപ്പ് ഓഫ് ഗ്യാസസ്. ദേ ഹാവ് their own ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഒരുവിധം എല്ലാ സെലസ്റ്റിയൽ ബോഡീസും സ്വന്തമായി താപവും വെളിച്ചവും ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ഈ സെലസ്റ്റിയൽ ബോഡീസിനെയാണ് സ്റ്റാർസ് എന്ന് പറയുന്നത്. സെലസ്റ്റിയൽ ബോഡീസ് ബിഗ് ആൻഡ് ഹോട്ട് ആണ്. അതുണ്ടാക്കിയിരിക്കുന്നത് ഗ്യാസസ് കൊണ്ടാണ്. അവർക്ക് സ്വന്തമായ താപവും വെളിച്ചവും ഉണ്ട്, ഹീറ്റ് ആൻഡ് ലൈറ്റ് ഉണ്ട്. അത് അവർ ലാർജ് എമൗണ്ടിൽ എമിറ്റ് ചെയ്യും. ഈ സെലസ്റ്റിയൽ ബോഡീസിനെയാണ് നമ്മൾ സ്റ്റാർസ്, നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അപ്പൊ സണ്ണാരാ? സണ്ണിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സണ്ണിന് നല്ല ചൂടുണ്ടല്ലേ, വേനൽക്കാലത്ത് നമുക്ക് അറിയാം സണ്ണിന്റെ ചൂട്. സണ്ണാണ് നമുക്ക് വെളിച്ചം തരുന്നത്. അപ്പൊ സണ്ണും ഒരു സ്റ്റാർ അല്ലേ? അതെ, സണ്ണും ഒരു നക്ഷത്രം തന്നെയാണ്. ഈ നമ്മൾ ഈ രാത്രി കാണുന്ന ഈ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ഒക്കെ സണ്ണിനെ പോലെ തന്നെയാണ് അല്ലേ? സണ്ണിന് സിമിലർ ആണ്. അവരുടെ ക്യാരക്ടറും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സണ്ണിന് സിമിലർ ആണ്. പക്ഷേ നമുക്ക് എന്തുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങളൊന്നും നമ്മുടെ സണ്ണിനെ, നമ്മുടെ സൂര്യനെ പോലെ നമുക്ക് എന്തുകൊണ്ടാണ് അവർ അത്രയും വെളിച്ചവും അത്രയും ലൈറ്റും തരാത്തത്? അത്രയും വെളിച്ചവും അത്രയും ചൂടും തരാത്തത്? അതിന് കാരണം നമ്മൾ ഈ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ നിന്ന് കുറേ ദൂരെയാണ്. സണ്ണ് നമ്മുടെ അടുത്താണ്, പക്ഷെ ഈ നക്ഷത്രങ്ങളൊക്കെ വളരെ അകലത്തിലാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എല്ലാവരും എയ്റോപ്ലെയിൻ കണ്ടിട്ടുള്ള ആളുകളാണോ? എയ്റോപ്ലെയിന് നല്ല വലിപ്പമുണ്ട് നമുക്കറിയാം, പക്ഷെ ആകാശത്ത് പോകുന്ന എയ്റോപ്ലെയിന് നമുക്ക് വല്ല വലിപ്പം തോന്നാറുണ്ടോ? ചെറിയൊരു സാധനം അല്ലേ? കുറച്ചടുത്താണെങ്കിൽ കുറച്ചുകൂടെ വലിപ്പം തോന്നും. അകലം കൂടും തോറും വലിപ്പം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സണ്ണ് നമ്മുടെ അടുത്തായതുകൊണ്ട് അതിന്റെ ഹീറ്റും അതിന്റെ ലൈറ്റും അതിന്റെ വലിപ്പമൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ദൂരം കൂടുന്തോറും അതിന്റെ ലൈറ്റും
ഹീറ്റും ഒന്നും നമുക്കറിയില്ല. അപ്പൊ ദൂരെയുള്ള സ്റ്റാറുകള് സണ്ണിനെ പോലെ തന്നെയാണെങ്കിലും അത് നമുക്ക് അനുഭവപ്പെടാത്തതിന് കാരണം ആ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. നമ്മൾ രാത്രി ആകാശത്ത് നോക്കുമ്പോൾ നമ്മൾ കുറേ പാറ്റേണില് സ്റ്റാർസിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആകാശ നിരീക്ഷണം നടത്താൻ താല്പര്യമുള്ളവരാണോ നിങ്ങളൊക്കെ? അപ്പോ ആകാശത്ത് ഇങ്ങനെ നോക്കിയിരുന്നാല് ഒരു നക്ഷത്രത്തിനെ ഒന്നല്ല കാണാം, കുറേ നക്ഷത്രത്തിനെ കാണൂലേ? ഈ നക്ഷത്രങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഒരു ഓർഡറൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുന്നതായാണോ തോന്നുക? അല്ലല്ലേ? നമ്മൾ ഇങ്ങനെ നോക്കും തോറും അവർക്കൊക്കെ ഓരോ രൂപം ഇങ്ങനെ വരുന്നത് പോലെ തോന്നും. അതാ അവിടെ ഒരു കുതിര, അതാ അവിടെ ഒരു തേള് എന്നൊക്കെ പറയും നമ്മളല്ലേ. ഇങ്ങനെ ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിന് പറയുന്ന പേരാണ് കോൺസ്റ്റലേഷൻ. എന്താ പറയാ? കോൺസ്റ്റലേഷൻ എന്നാണ് ഇത്തരം ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ പറയുന്നത്. ഉൾസ മേജർ അല്ലെങ്കിൽ ബിഗ് ബെയർ അങ്ങനെയുള്ള ഒരു കോൺസ്റ്റലേഷൻ ആണ്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കോൺസ്റ്റലേഷൻ ആണ് സപ്തഋഷി. സപ്തം പറഞ്ഞ എത്ര? 7 നക്ഷത്രങ്ങൾ ഉള്ളതായിരിക്കും. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനില്ലേ? അതിനെയാണ് സപ്തഋഷി എന്ന് പറയാ. നമ്മള് പണ്ടത്തെ കാലത്തൊക്കെ, ഇപ്പൊ നമുക്ക് വഴി അറിയണമെങ്കിൽ ആരുണ്ട്? നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലേ. പണ്ടത്തെ കാലത്ത് മൊബൈൽ ഒന്നും ഇല്ലാത്ത സമയത്ത് ഗൂഗിൾ മാപ്പും ഇല്ല, ഡയറക്ഷനും അറിയില്ല, വടക്ക് നോക്കി യന്ത്രമൊക്കെ ഇപ്പോഴല്ലേ ഉണ്ടായത്. ഇതിനൊക്കെ മുമ്പ് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരാളുണ്ട്. ആരാണത്? പോൾ സ്റ്റാർ അല്ലെ? ധ്രുവ നക്ഷത്രം എന്ന് പറയും നമ്മള്. ധ്രുവ നക്ഷത്രം നോർത്ത് ഡയറക്ഷനിലാണ് ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മള് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ധ്രുവ നക്ഷത്രം നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണാൻ പറ്റും. കാരണം അത് കൂട്ടത്തിൽ കുറച്ച് വലിപ്പമുള്ള ആളായിരിക്കും പോൾ സ്റ്റാർ. അങ്ങനെ അതിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് പണ്ട് കാലത്തൊക്കെ ഏതാണ് ഈ നോർത്ത് ഡയറക്ഷൻ എന്ന ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? സെലസ്റ്റിയൽ ബോഡീസിനൊക്കെ ഹീറ്റും ലൈറ്റും ഉണ്ടെന്ന് പറഞ്ഞല്ലേ. എല്ലാ സെലസ്റ്റിയൽ ബോഡീസിനും സ്വന്തമായിട്ട് ഹീറ്റും ലൈറ്റും ഉള്ളവരാണോ? അല്ലല്ലേ. ചിലത് സ്റ്റാർസിന്റെ ലൈറ്റ് കൊണ്ട് പ്രകാശിക്കുന്നത്, അതായത് തൊട്ടടുത്തുള്ള സ്റ്റാറിന്റെ ലൈറ്റ് കാരണം പ്രകാശിക്കുന്ന പ്ലാനറ്റുകളുണ്ട്, ആകാശഗോളങ്ങളുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയാ? പ്ലാനറ്റ്സ് എന്ന് പറയാ. പ്ലാനറ്റ്സ് എന്ന വാക്ക് വന്നത് പ്ലാനറ്റെ എന്ന് പറഞ്ഞാൽ എന്താ? വാൻഡറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അല്ലെ. അപ്പൊ ഈ പ്ലാനറ്റ്സ് ഒക്കെ അവിടെ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകളാണ്. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്ലാനറ്റിന്റെ പേര് പറഞ്ഞേ. യെസ്, എർത്ത് ഒരു പ്ലാനറ്റ് ആണല്ലേ. നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് നമ്മുടെ എർത്തിനല്ലേ. നമ്മുടെ ഭൂമി ഇതുപോലെ ഒരു പ്ലാനറ്റ് ആണ്. നമുക്ക്, ഞാൻ പറഞ്ഞു, ഓരോ പ്ലാനറ്റിനും പല പല സ്റ്റാർസിൽ നിന്നും ആയിരിക്കും ഹീറ്റും ലൈറ്റും കിട്ടുന്നുണ്ടാവുക. നമുക്ക് ഹീറ്റും ലൈറ്റും കിട്ടുന്നത് എവിടെ നിന്നാ? ഏത് സ്റ്റാറിൽ നിന്നാണ്? യെസ്, വെരി ഗുഡ്. നമുക്ക് ലൈറ്റും ഹീറ്റും കിട്ടുന്നത് നമ്മുടെ സണ്ണിൽ നിന്നല്ലേ. അപ്പോ നമ്മുടെ പ്ലാനറ്റ് എർത്ത് എന്ന പ്ലാനറ്റിന് ലൈറ്റും ഹീറ്റും കിട്ടുന്നത് സണ്ണിൽ നിന്നാണ്. ഇനി നമ്മൾ ആകാശത്ത് കാണുന്ന വേറൊരാളെ പറ്റി പറഞ്ഞില്ലേ? ആരാത്? നമ്മുടെ അമ്പിളിമാമൻ അല്ലെങ്കിൽ മൂൺ എന്താ? മൂണൊരു പ്ലാനറ്റ് ആണോ? മൂണൊരു സ്റ്റാർ ആണോ? അല്ലല്ലേ. മൂണൊരു സാറ്റലൈറ്റ് ആണ്, അഥവാ ഉപഗ്രഹം. നമ്മുടെ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ, ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്. അതിന്റെ സന്തത സഹചാരി ആര്? ഉപഗ്രഹങ്ങൾ. അപ്പൊ നമ്മുടെ ഭൂമിയുടെ സന്തത സഹചാരി ആരാണ്? മൂണാണല്ലേ. നമ്മുടെ എർത്തിന്റെ കൂട്ടുകാരനാണ്. നമ്മുടെ
കൂടെ ഇങ്ങനെ അല്ലെങ്കിൽ എർത്തിന് ചുറ്റും ഇങ്ങനെ വട്ടം വെക്കുകയാണ് ആരുടെ പണി? ഈ മൂണിന്റെ പണി. ആകെ എർത്ത് മാത്രമേ ഉള്ളൂ പ്ലാനറ്റ് ആയിട്ട്? അല്ല അല്ലേ? നമുക്കറിയാം നമ്മുടെ എർത്ത് കൂടാതെ 7 മറ്റ് ഗ്രഹങ്ങൾ കൂടി പ്ലാനറ്റ്സ് കൂടിയതാണ് നമ്മുടെ സോളാർ സിസ്റ്റം. ചിലർക്കൊക്കെ അവരുടേതായ എന്തുണ്ട്? പ്ലാനറ്റുകൾ ഉണ്ട്. ഇവിടെ ഒരു സാറ്റലൈറ്റ് കൂടെ ഉണ്ട്. ഇനി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോക്സ് ഉണ്ടോ? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ഹാവ് rings around them. These are belts of small debris. These rings may be seen from the earth with the help of powerful telescope. ഇനി ഇതില് നമുക്ക് പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയി പഠിക്കാം. 3 പ്ലാനറ്റ്സ് ഉണ്ട്. ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്. ഇവർക്ക് ചുറ്റും ഒരു റിങ് പോലത്തെ സംഭവം ഉണ്ട്. ഇവർക്ക് ചുറ്റുമായിട്ട് ഒരു റിങ് ഉണ്ട്. ഇതുണ്ടാക്കിയിരിക്കുന്നത് ചില ഡെബ്രിസ് എന്ന് പറഞ്ഞാൽ ഈ പൊടിപടലങ്ങൾ കൊണ്ടുള്ള ഒരു ചെറിയ ബെൽറ്റ് ആണ്. സോറി. നമുക്ക് ഭൂമിയിൽ നിന്ന് പവർഫുൾ ടെലസ്കോപ്പ് വെച്ചിട്ട് ഈ എന്തിനെ കാണാൻ പറ്റും? ബെൽറ്റിനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. ഇനി എന്താണ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? സൺ ഉണ്ട്, 8 പ്ലാനറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്, വേറെ കുറെ സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്. എന്തൊക്കെയത്? എസ്റ്ററോയിഡ്സും മെറ്റീരിയോട്സും. എസ്റ്ററോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചിഹ്ന ഗ്രഹങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? മീറ്റീരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഉൽക്കാശിലകളും ചിഹ്ന ഗ്രഹങ്ങളും എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം. ഇനി നമുക്ക് ഇവിടെ ഒരു ചിത്രം കാണാനുണ്ടോ? ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ 8 പ്ലാനറ്റ്സിന്റെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആരാ അതിന്റെ സെന്ററിലുള്ളത്? സണ്ണല്ലേ. സണ്ണ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ആളാണ് മെർക്കുറി. മെർക്കുറി കഴിഞ്ഞിട്ട് വീനസ്. അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ഗ്രഹമാണ് എർത്ത്. മൂന്നാമത്തെ, സണ്ണിൽ നിന്ന് മൂന്നാമതിരിക്കുന്ന ഗ്രഹമാണ്, പ്ലാനറ്റ് ആണ് എർത്ത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്. പിന്നെ ഒരാൾ കൂടെ ഉണ്ട്, നെപ്റ്റ്യൂൺ. ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്കൊക്കെ ആളെ പരിചയമുണ്ടോ? പ്ലൂട്ടോ ഒരു ഗ്രഹമായിരുന്നു. പിന്നെ പ്ലൂട്ടോയെ ആ പട്ടികയിൽ നിന്നെടുത്ത് പുറത്താക്കി. അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. സോളാർ സിസ്റ്റത്തില് സോളാർ ഫാമിലിയുടെ ഹെഡ് ആരാ? സൺ അല്ലേ. സോളാർ ഫാമിലി എന്ന് വരാൻ കാരണം എന്താ? സോൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? സോൾ എന്ന് പറഞ്ഞാൽ റോമൻ മിത്തോളജി വെച്ചിട്ട് സൺ ഗോഡാണ്. സോളാർ എന്ന് പറഞ്ഞാല് സണ്ണുമായി റിലേറ്റ് ചെയ്തത് എന്നാണ് അർത്ഥം. ജിയോഗ്രഫി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജിയോഗ്രഫി എന്ന് പറഞ്ഞ എന്താ? അതൊരു ഇംഗ്ലീഷ് വേർഡ് ആണ്. ബട്ട് ഗ്രീക്ക് ഒറിജിൻ ആണ്. ഗ്രീക്ക് ജി മീൻസ് മീനിങ് എർത്ത് ആൻഡ് ഗ്രഫിയ മീനിങ് റൈറ്റിങ്സ്. ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എർത്തിനെ പറ്റിയുള്ള എഴുത്തുകളാണ്. ഇനി ജിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് എർത്ത് ആണ്. ജിയോമെട്രി എന്ന് പറഞ്ഞാല് മെഷർമെന്റ് ഓഫ് ദ എർത്ത് ആണ്. ജിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ജിയോയിഡ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? വെരി ഗുഡ്. എർത്തിന്റെ ഷേപ്പിനെ പറയുന്ന പേരാണ് ജിയോയിഡ് അല്ലേ? നമ്മുടെ ഒരു ഫേമസ് ആയ അസ്ട്രോണമേഴ്സ് ആരാ?
അസ്ട്രോണമിയെ പറ്റിയുള്ള പഠിക്കുന്ന ആളുകളാണ് അസ്ട്രോണമേഴ്സ് അല്ലേ. അസ്ട്രോണമർ ഉണ്ടല്ലോ പണ്ട് കാലത്തെ, ആരാത്? ആര്യഭട്ട. ഓക്കെ, ഇനി സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ കണ്ടു, സണ്ണ് സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം ആണ്. സൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഹോട്ട് ഗ്യാസസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോളാർ സിസ്റ്റത്തിൽ നമ്മൾ 8 പ്ലാനറ്റ്സിനെ കണ്ടില്ലേ? ഈ 8 പേര് ഇങ്ങനെ ഒന്നിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നത് ആരാ? അതിനെ ബൈൻഡ് ചെയ്യുന്ന പുള്ളിങ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സോളാർ സിസ്റ്റത്തിൽ സണ്ണാണ്. സൺ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫോർ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിന്റെ ഹീറ്റിന്റെയും ലൈറ്റിന്റെയും അൾട്ടിമേറ്റ് സോഴ്സ് ആണ് സൺ എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിന്റെ എല്ലാ ചൂടും എല്ലാ ഹീറ്റും എല്ലാ ലൈറ്റും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ലല്ലേ. അങ്ങനെ അനുഭവപ്പെട്ടാൽ നമ്മുടെ എർത്ത് എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. എർത്ത് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എർത്തിന്റെ എർത്ത് ഇത്ര അതായത് ഇപ്പൊ ആകെ നമുക്കറിയാം ഭൂമിയിൽ മാത്രമേ മനുഷ്യവാസമുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ മനുഷ്യവാസത്തിന് അനുയോജ്യമായിട്ട് ഭൂമിയെ മാറ്റുന്നതിന് ഈ ദൂരത്തിന് നല്ല പങ്കുണ്ടല്ലേ. ഭൂമിയുടെ സൂര്യന്റെ തൊട്ടടുത്താരാ ഉള്ളത്? ആരും എന്തൊന്നും പറയാത്തത്? തൊട്ടടുത്താരുള്ളത്? മെർക്കുറി അല്ലേ. മെർക്കുറിയിലൊക്കെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലേ. മെർക്കുറി അത്രയും അടുത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് മനുഷ്യന് ജീവിക്കാൻ അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഭൂമിയിൽ ഉണ്ടാക്കി കൊടുത്തത്. ഇനിയിപ്പൊ നെപ്റ്റ്യൂണിന്റെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അതൊക്കെ സണ്ണിൽ നിന്ന് കുറേ ദൂരെയാണ്. അവിടെയൊക്കെ ഐസ് കട്ടകൾ തീരെ ചൂടത്ത് ഒരിക്കലും മനുഷ്യവാസത്തിന് യോഗ്യമായിരിക്കില്ല. കാരണം അവിടെയൊക്കെ ഐസ് കട്ടകൾ ഇങ്ങനെ കൂടിക്കിടന്നിട്ടുള്ള ഖരാവസ്ഥയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സണ്ണ് നമ്മുടെ അടുത്തല്ല, നമുക്കറിയാം. എത്ര ദൂരമുണ്ട് സണ്ണും എർത്തും തമ്മില്? 150 മില്യൺ കിലോമീറ്റേഴ്സ് എവേ ആണ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി പ്ലാനറ്റ്സ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 8 പ്ലാനറ്റ്സ് ഉണ്ട് അല്ലേ. അതിന്റെ സണ്ണിൽ നിന്നുള്ള അവരുടെ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഇത് പഠിച്ചു വയ്ക്കാൻ അതിലൊരു ചെറിയൊരു ഈസി മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഷോർട്ട് കട്ട്? My very efficient mother just served us nuts. നമുക്കൊക്കെ നട്ട്സ് ഒക്കെ തരുന്ന ആളാരാ? മദർ. അത് ഭയങ്കര എഫിഷ്യന്റ് ആണ്, നമുക്ക് അറിയല്ലേ. അപ്പൊ മൈ വെരി എഫിഷ്യന്റ് മദർ ജസ്റ്റ് സെർവ്ഡ് us nuts എന്നാണ് അതിന്റെ കോഡ്. ഈ പ്ലാനറ്റ്സ് എല്ലാം സോളാർ സിസ്റ്റത്തിന് സണ്ണ് ഒരു ഫിക്സഡ് പാത്തായിട്ട് സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പാത്ത് ഇലോങ്ങേറ്റഡ് പാത്താണ്. ഈ പാത്തിനെ പറയുന്ന പേരെന്താ? എന്തിലൂടെയാണ് നമ്മള് സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത്? ഈ പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്സ് അല്ലെ. മെർക്കുറിയാണ് സണ്ണിന്റെ അടുത്ത് നമുക്കറിയാം. മെർക്കുറിക്ക് സണ്ണിനെ ഒരു റൗണ്ട് ചുറ്റാൻ എത്ര ദിവസം വേണ്ടി വരും? 88 ദിവസമാണ് മെർക്കുറിക്ക് വേണ്ടത്. വീനസിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? വീനസിനെ നമ്മൾ പറയുന്നത് എർത്ത് ട്വിൻ എന്നാണ്. എന്താ? ഭൂമിയുടെ ഇരട്ട സഹോദരനാണ്. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? അവരുടെ സൈസും ഷേപ്പും ഒക്കെ ഏകദേശം ഒരേപോലെ ആയതുകൊണ്ടാണ് നമ്മൾ വീനസിനെ എന്തെന്ന് പറയുന്നത്? എർത്തിന്റെ ട്വിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീനസില് വാസയോഗ്യമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കുറെ മിഷൻസ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു.
ഓഗസ്റ്റ് 2006 വരെ നമ്മുടെ കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ടായിരുന്നു? 8 പ്ലാനറ്റ്സ് ആയിരുന്നില്ല നമുക്ക് ഉണ്ടായിരുന്നത്. 9 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു. പ്ലൂട്ടോ കൂടെ ഉണ്ടായിരുന്നു. പ്ലൂട്ടോനെ കൂടെ ഒരു പ്ലാനറ്റ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഒരു മീറ്റിംഗിൽ അവരൊരു ഡെസിഷൻ എടുത്തു. പ്ലൂട്ടോ എന്ന് പറഞ്ഞ ബാക്കിയുള്ള സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെ പോലെ അതൊരു ഡോഫ് പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. എന്താണ് അങ്ങനെ പറഞ്ഞ? കുള്ളൻ ഗ്രഹം അല്ലെ? അങ്ങനെ പ്ലൂട്ടോനെ നമ്മുടെ ഗ്രഹപട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഭൂമിയെ പറ്റിയിട്ടാണ്. ദ എർത്ത്. എർത്ത് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഞാൻ പറഞ്ഞു എത്രാമതാണ് എർത്ത് ഇരിക്കുന്നത്? മൈ വെരി എഫിഷ്യന്റ് മദർ. ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. മൂന്നാമതാണ് വെരി എഫിഷ്യന്റ് ആണ് അല്ലേ? ഇ ഫോർ എർത്ത്. എഫിഷ്യന്റ്. വെരി എഫിഷ്യന്റ് ആയ എർത്ത് എന്ത് ചെയ്തു? മൂന്നാമതാണ് സണ്ണിൽ നിന്ന് ഇരിക്കുന്നത്. ഇനി വലുപ്പത്തെ വെച്ച് നോക്കുമ്പോ 5th ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ് എർത്ത് എന്ന് പറഞ്ഞാല്. അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ ഷേപ്പ് എന്താ? റൗണ്ട് ആണോ? എല്ലാവരും ഭൂമിയുടെ ഷേപ്പിന് റൗണ്ട് എന്നാണ് പറയുന്നത്. വെരി ഗുഡ്. ചിലരൊക്കെ ജിയോയിഡ് എന്ന് പറയുന്നുണ്ട്. അതെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ഭൂമി കാണുമ്പോൾ നമുക്കൊരു റൗണ്ട് പോലെയൊക്കെ തോന്നുമെങ്കിലും നമ്മൾ ചിത്രത്തിൽ വരയ്ക്കുമ്പോൾ റൗണ്ട് ആണെങ്കിലും അതിന്റെ പോൾസ് കുറച്ച് ഫ്ലാറ്റൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഷേപ്പിനെ പറയുന്ന പേരാണ് ജിയോയിഡ്. ജിയോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ലൈക്ക് ഷേപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എർത്തിന്റെ ഷേപ്പാണ് ജിയോയിഡ്. സോറി. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജീവൻ നിലനിൽക്കാൻ അല്ലെങ്കിൽ മനുഷ്യവാസ യോഗ്യമായത്, മനുഷ്യവാസം എന്നൊന്നും പറയാൻ പറ്റില്ല, ഏതൊരു ജീവൻ നിലനിൽക്കാനും ആവശ്യമായ കണ്ടീഷൻസ്, ഫേവറബിൾ കണ്ടീഷൻസ് ഉള്ളത് എർത്തിൽ മാത്രമാണ്. എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ചൂടാണോ ഭൂമിയിൽ? അല്ലല്ലേ. എന്നാൽ നല്ല തണുപ്പാണോ? അങ്ങനെ നല്ല ചൂടും നല്ല തണുപ്പുള്ള പ്രദേശങ്ങളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിലവിൽ നമുക്ക് മനുഷ്യയോഗ്യമായ ഒരു പ്രദേശം ഉള്ളത് നമ്മുടെ എർത്തിലാണ്. നമുക്കൊക്കെ ഇപ്പൊ ഇവിടെ ഭയങ്കര ചൂടും ഭയങ്കര തണുപ്പും അനുഭവപ്പെടുന്നില്ലല്ലോ. പിന്നെ നമുക്ക് ശ്വസിക്കാൻ അത്യാവശ്യമായ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതെന്താ? യെസ്, നമുക്ക് എയർ അവൈലബിൾ ആയ ഒരേ ഒരു പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓക്സിജൻ അവൈലബിൾ ആയ ഒരേ ഒരു പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എർത്ത് ആണ്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ പ്ലാനറ്റ്, നമ്മുടെ ഗ്രഹം മറ്റു ഗ്രഹങ്ങളിൽ നിന്ന്, നമ്മുടെ എർത്ത് മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കളറിലാ കാണുക? നമ്മളിപ്പോ ചിത്രം വരയ്ക്കുമ്പോ തന്നെ നമുക്ക് ഭൂമിക്ക് കൊടുക്കുന്ന കളറ്, ഭൂമിയുടെ ഒരു ഗോളം വരച്ചിട്ട് അതിന് കളർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്ത് കളറായിരിക്കും കൊടുക്കുക? കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പച്ച കൊടുക്കും, കുറേ സ്ഥലത്ത് നമ്മൾ എന്താ കൊടുക്കുക? നീല കളറായിരിക്കും കൊടുക്കുക അല്ലേ? കാരണം എന്താ? വാട്ടറിന്റെ പ്രസൻസ് കാരണമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ മറ്റു പ്ലാനറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ടർ സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭൂമിയെ നീല കളറിൽ കാണാൻ കാരണം നമ്മുടെ ഇവിടെ ജലത്തിന്റെ പ്രസൻസ് കാരണമാണ്. അതുകൊണ്ട് തന്നെ എർത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ബ്ലൂ പ്ലാനറ്റ്. അടുത്തൊരു സംഭവമാണ് ആരെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത്? മൂണ്. എർത്തിന് ഞാൻ പറഞ്ഞു ഒരേ ഒരു ഉപഗ്രഹമേ ഉള്ളൂ, ഒരേ ഒരു സാറ്റലൈറ്റേ ഉള്ളൂ, അതാണ് മൂൺ. മൂണിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 1/4 ദാറ്റ് ഓഫ് ദ എർത്ത്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇതൊക്കെ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാണ്.
ഓ, ജിയോയിഡ് ഷേപ്പിലാണല്ലേ, സോറി. പക്ഷെ നമുക്ക് അതിനൊരു ഡയമീറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോ എർത്തിന്റെ ഡയമീറ്ററിന്റെ ഒക്കെ 1/4 ഉള്ളൂ നമ്മുടെ സാറ്റലൈറ്റിന്റെ ഡയമീറ്റർ. അപ്പൊ അതിന്റെ വലുപ്പം നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നല്ലോ അല്ലേ? ഇനി ഈ മൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3,84,400 കിലോമീറ്റർ എവേ ഫ്രം നമ്മളിൽ നിന്ന് 3,84,400 കിലോമീറ്റർ ദൂരെയുള്ള ഒരാളാണ് മൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി ഞാൻ പറഞ്ഞു മൂണ് നമ്മുടെ എർത്തിനെ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. മൂണിന് എത്ര ദിവസം എടുക്കും ഒരു വട്ടം ഒന്ന് ചുറ്റാൻ വേണ്ടിയിട്ട്? നമ്മുടെ എർത്തിനെ ഒരു വട്ടം റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വട്ടം കറങ്ങാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കുന്നുണ്ടാവും? 27 ദിവസമാണ് എടുക്കുന്നത്. ആ, ഇനി നമ്മുടെ മൂണ് എന്ത് ചെയ്യുന്നുണ്ട്? മൂണ് സ്വന്തമായിട്ട് ഇങ്ങനെ കറങ്ങുകയും ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഭൂമിയെ ചുറ്റും വലം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് രണ്ടിനും കൂടെ എടുക്കുന്ന സമയം 27 ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് ഭൂമിയുടെ അതുകൊണ്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മൂണിന്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് മൂണിന്റെ വിസിബിൾ ആയിട്ടുള്ളൂ. മൂൺ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലല്ലേ നമുക്ക് കാണുന്നത്. മൂണിങ്ങനെ ഇനി മൂണില് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? മൂണിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഇല്ല അല്ലെ? മൂണിൽ എന്താ ഉള്ളത്? കുറെ മൗണ്ടൻസും പ്ലെയിൻ ഡിപ്രഷൻസും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഇനി ഇതിന്റെ സൈഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയത് നോക്കാം. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. അതൊരു പ്ലാനറ്റിന് ചുറ്റും ഇങ്ങനെ പ്ലാനറ്റ് സണ്ണിനെ വലം വെക്കുന്ന പോലെ നമ്മുടെ പ്ലാനറ്റിന് വലം വെക്കുന്ന ഒരാളാണ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇങ്ങനെ ഇതിപ്പോ സാധാരണ എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് നമ്മളായിട്ട് ഉണ്ടാക്കിയ സാറ്റലൈറ്റ് ഒന്നുമല്ല, സണ്ണിനെയും പ്ലാനറ്റ്സിനെയും ഒക്കെ പോലെയുള്ള സാറ്റലൈറ്റുകളാണ്. പക്ഷെ ഇത് കൂടാതെ മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹങ്ങളുണ്ട്, ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ്സ് ഉണ്ട് ഇല്ലേ? അതൊരു ആർട്ടിഫിഷ്യൽ ബോഡിയാണ്. എന്തിനാ ഈ ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റിന്റെ ഉപകാരം എന്തായിരിക്കും? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത്? അതിന് അതിൻ്റെതായ ഓരോ പർപ്പസ് ഉണ്ടായിരിക്കും. യൂണിവേഴ്സിനെ പറ്റിയിട്ട് പല കാര്യങ്ങൾ പഠിക്കാനും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് മനുഷ്യൻ നിർമ്മിച്ച് ഓരോ ഗ്രഹങ്ങളുടെ ചുറ്റും അയക്കുന്ന ഉപഗ്രഹങ്ങളെ പറയുന്ന പേരാണ് ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ്. ഓക്കെ, എങ്ങനെയായിരിക്കും ഈ സാറ്റലൈറ്റ്സ് ഓർബിറ്റ്? ഞാൻ പറഞ്ഞു സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സണ്ണിനെ റൗണ്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ഭൂമിയെ വലം വെക്കുന്ന ആളുകളാണ് ഈ സാറ്റലൈറ്റ്. അപ്പൊ ഈ ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ് നമ്മുടെ ഭൂമി ഇങ്ങനെ വലം വെക്കണ്ടേ? അങ്ങനെ വലം വെക്കാനുള്ള കാരണം എന്തായിരിക്കും? അതിന്റെ ഒരു പ്രത്യേക ഓർബിറ്റിലേക്ക് അവരെ ഈ സാറ്റലൈറ്റുകളെ എത്തിക്കുക എന്നുള്ള ധർമ്മം ചെയ്യുന്നത് റോക്കറ്റുകളായിരിക്കും. കുറച്ച് സാറ്റലൈറ്റുകളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, വെരി ഗുഡ്. അതൊക്കെ നമ്മുടെ പുതിയ സാറ്റലൈറ്റുകളാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുള്ളത് ഇൻസാറ്റ്, IRS, പിന്നെ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ വളരെ പരിചിതമായ ഒരാളാരാ? എഡ്യൂസാറ്റ് അല്ലെ? ഓക്കെ,
അടുത്തതാണ് അസ്റ്റെരോയിഡ്സ്. അസ്റ്റെരോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ചിഹ്നഗ്രഹങ്ങൾ. ഈ സ്റ്റാർസും പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും ഒന്നും അല്ലാതെ ആകാശത്ത് കാണുന്ന വേറുള്ള ആകാശഗോളങ്ങൾ പറയുന്നതാണ് അസ്റ്റെരോയിഡ്സ്. അസ്റ്റെരോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബോഡീസ് സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. പ്രധാനമായിട്ടും നമ്മൾ മെയിൻ ആയിട്ട് ഒരു അസ്റ്റെരോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നുണ്ട്. അസ്റ്റെരോയിഡ് ബെൽറ്റ് എവിടെ കാണുന്നത് അറിയോ നമുക്ക്? വെരി ഗുഡ്. നിങ്ങൾ ആ ഡയഗ്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? മാർസിന്റെയും ജൂപ്പിറ്ററിനും ഇടയിൽ കാണപ്പെടുന്ന ബെൽറ്റിനെയാണ് അസ്റ്റെരോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരാളുകളാണ് മീറ്ററോയിഡ്സ്. മീറ്ററോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഉൽക്കാശിലകൾ, ഉൽക്കകൾ എന്നൊക്കെ, ഉൽക്ക് പതിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ നിങ്ങള്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്മോൾ പീസ് ഓഫ് റോക്സ് ആണ്. അത് സണ്ണിന് ചുറ്റും നമ്മുടെ സൂര്യന് ചുറ്റും ഇങ്ങനെ ഇവര് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഉൽക്കകള്. ചില സമയങ്ങള് ഈ ഉൽക്കകൾ എന്ത് ചെയ്യും? എർത്തിന്റെ അടുത്തേക്ക് വരും. എർത്തിന്റെ അടുത്തേക്ക് വന്ന് എർത്തിൽ വീഴാൻ സാധ്യത. എല്ലാ ഗ്രഹങ്ങളിലും വീഴുന്നുണ്ട്, നമുക്ക് എർത്തിന്റെ കാര്യം മാത്രമല്ലേ അറിയുള്ളൂ. ഈ പ്രോസസ്സിലാണ് അങ്ങനെ എർത്തിലേക്ക് വീഴാൻ നിൽക്കുമ്പോ എന്ത് സംഭവിക്കും? എർത്തില് ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലേ? എയറുമായിട്ട് ഈ താഴേക്ക് വീഴുമ്പോ എയറുമായിട്ട് അതൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാക്കില്ലേ? ആ ഫ്രിക്ഷണൽ ഫോഴ്സിൽ ഇത് ചൂടാവുകയും ബേൺ ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്കൊരു ഫ്ലാഷ് ലൈറ്റ് കാണാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ആകാശത്ത് നോക്കിക്കുമ്പോ അയ്യോ അത് അവിടെ പെട്ടെന്നൊരു തീ ഉണ്ടായെന്ന് നമുക്ക് തോന്നും. കാരണം ഈ ഉൽക്കകൾ, മീറ്റിയോർസ് അവിടെ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുമ്പോ ഭൂമിയിലെ എർത്തിലെ എയറുമായിട്ട് ഫ്രിക്ഷൻ വരികയും അങ്ങനെ അത് ബേൺ ചെയ്യുകയും ചെയ്യുമ്പോ നമുക്ക് തോന്നുന്നതാണ് അത് അവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നുള്ള തോന്നല്. ചില സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കത്താതെ, വലിയ പാറക്കല്ലുകളാണല്ലോ ഈ വീഴുന്നത്, അത് കംപ്ലീറ്റ് ആയി ബേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴേക്കൊന്നും വരാനുണ്ടാവില്ല. ബട്ട് അത് കംപ്ലീറ്റ്ലി ബേൺ ചെയ്യാതെ നേരെ താഴേക്ക് വന്ന് പതിക്കുകയും നമ്മുടെ ഭൂമിയിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാവും, ഹോളോസ്, വലിയ ഹോളുകൾ, ഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഉൽക്കാപതനം എന്ന് പറയാറില്ലേ? ഇനി നിങ്ങള് വൈറ്റ് കളർ ബ്രോഡ് ബാൻഡ് പോലത്തെ അല്ലെങ്കിൽ വെള്ള കളറിൽ ഇങ്ങനെ തിളങ്ങുന്ന ഒരു പാത്ത് ക്ലിയർ സ്റ്റാർ ആകാശത്ത് കണ്ടിട്ടുണ്ടോ? ഇത് അതൊരു ക്ലസ്റ്റർ ഓഫ് മില്യൺ സ്റ്റാർസ് ആണ്. ഈ ചിത്രത്തിൽ കാണാല്ലേ നിങ്ങൾക്ക്? ഇനി ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ക്ലസ്റ്റർ ഓഫ് മില്യൺ കുറെ സ്റ്റാർസിന്റെ കൂട്ടത്തിനെ പറയുന്ന പേരാണ് മിൽക്കി വേ ഗാലക്സി. മിൽക്കി വേ ഗാലക്സി ആകാശഗംഗ എന്ന് പറയും. നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഈ ഗാലക്സിയുടെ അങ്ങനെ കുറെ ഗാലക്സികൾ ഉണ്ട് അല്ലെ? അങ്ങനെയുള്ള നമ്മുടെ ഗാലക്സിയുടെ പേരാണ് മിൽക്കി വേ ഗാലക്സി എന്ന് പറഞ്ഞാൽ കുറെ നക്ഷത്രങ്ങളും, നമ്മുടെ സൺ ഒരു നക്ഷത്രമാണ്, അവരുടെ പ്ലാനറ്റ്, അതുപോലെ കുറെ പ്ലാനറ്റുകളും അവരുടെ സാറ്റലൈറ്റുകളും എല്ലാം കൂടി ചേർന്ന ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ്, കൂട്ടത്തിനെ പറയുന്ന പേരാണ് ഗാലക്സി. നമ്മുടെ ഗാലക്സിയുടെ പേരെന്താണ്? മിൽക്കി വേ ഗാലക്സി അഥവാ ആകാശഗംഗ. പണ്ട് ആളുകൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാല് ഒരു വെളിച്ചത്തിന്റെ പുഴ ആകാശത്ത് കൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ടെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഗംഗാ നദിയെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? ആകാശത്തിലെ ഗംഗ എന്ന രീതിയിലാണ് ഇതിന് ആകാശഗംഗ എന്ന് പേരിട്ടത്. ആകാശഗംഗ. ഓക്കെ. ഇനി ഈ പ്ലാനറ്റും സ്റ്റാർസും മാത്രമേ ഉള്ളൂ ഈ ആകാശഗംഗയിൽ? അല്ലല്ലേ, കുറെ ക്ലൗഡ്സും ഡസ്റ്റും ഗ്യാസസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് ഒരു ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ കുറെ ഗാലക്സികള് കൂടി ചേർന്നിട്ടാണ് നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ കുറെ ഗാലക്സികൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ യൂണിവേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഭൂമിയുടെ വലിപ്പം നമുക്ക് ഇമേജിൻ ചെയ്യാൻ പറ്റില്ല.
ഭൂമിയും സൂര്യനും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വലുപ്പാണുള്ളത് അല്ലല്ലേ? അപ്പോ ഒരു യൂണിവേഴ്സ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിലും വളരെ വിശാലമായ ഒരു സംഭവമാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി ഈ യൂണിവേഴ്സിനെ പറ്റിയുള്ള പഠനം എന്നെങ്കിലും അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോഴും ശാസ്ത്രജ്ഞർ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പൊ ചന്ദ്രയാൻ നമ്മൾ വിക്ഷേപിച്ചു. ചന്ദ്രനെ പറ്റി പഠിക്കാൻ ആദിത്യ L1. ആദിത്യ L1 എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, L1 ഒക്കെ കഴിഞ്ഞ് പുതിയ മിഷൻസ് ഒക്കെ വന്നു അല്ലേ? ആദിത്യ എന്തിനെ പറ്റിയുള്ള, സണ്ണിനെ പറ്റിയുള്ള പഠനമാണ് ആദിത്യ L1. നമുക്ക് അതിന്റെ സൈസിനെ പറ്റിയിട്ടും അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം അറിയാം, നിങ്ങളും ഞാനും എല്ലാം ഈ യൂണിവേഴ്സിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാം അല്ലേ? നോക്കൂ, ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെയാണുള്ളത്? എർത്തിലാണുള്ളത്. എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സോളാർ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഈ സോളാർ സിസ്റ്റം എന്തിന്റെ പാർട്ടാണ്? മിൽക്കി വേ ഗാലക്സിയുടെ പാർട്ടാണ്. ഈ മിൽക്കി വേ ഗാലക്സിയോ യൂണിവേഴ്സിന്റെ പാർട്ടാണ്. അപ്പോ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മില്യൺസ് ഓഫ് കുറേ ഗാലക്സീസ് കൂടിയതല്ലേ? മിൽക്കി വേ ഗാലക്സി മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു, കുറേ ഗാലക്സീസ് ഉണ്ട്. ഇത് കൂടിയതാണ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിൽ വേറൊരു സോളാർ സിസ്റ്റം ഇല്ല. യൂണിവേഴ്സിൽ വേറൊരു ഗാലക്സി ഉണ്ട് നമുക്കറിയാം. ആ ഗാലക്സിയിൽ വേറൊരു സോളാർ സിസ്റ്റം ഉണ്ടായിക്കൂടെ? ആ സോളാർ സിസ്റ്റത്തില് വേറൊരു എർത്തില്ലാന്നും അവിടെ വേറൊരു നിങ്ങളില്ലാന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ഉണ്ടായിക്കൂടെ? അപ്പോ നമ്മളെല്ലാം ഈ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണ്. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ചുരുങ്ങാതെ നമ്മൾ ഇത്ര വലിയ യൂണിവേഴ്സിന്റെ ചെറിയൊരു ഭാഗമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ വിശാലമായ ചിന്തയാണല്ലേ? അങ്ങനെ വിശാലമായി ചിന്തിച്ച് ശ്രദ്ധയിലേക്ക് ഒതുങ്ങാതെ നമുക്കും നമ്മുടെ ചിന്തയ്ക്കും വിശാലത ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയാണ് നിങ്ങളുടെ അടുത്ത്. ഇനി ഇതിൽ കുറച്ച് വർക്കൗട്ടുകൾ ഉണ്ട്, എക്സസൈസസ് ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ ചോദ്യങ്ങളിലൊക്കെ ഉത്തരം നിങ്ങൾ തന്നെ ഇപ്പൊ പറയും. എർത്തിന്റെ ട്വിൻ ആരാണ്? വെരി ഗുഡ്, വീനസ് ആണ്. സണ്ണിന്റെ അടുത്തുള്ള തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? വെരി ഗുഡ്, എർത്ത് ആണ്. എല്ലാ പ്ലാനറ്റ്സും, ഓൾ ദ പ്ലാനറ്റ്സ് മൂവ് അറൌണ്ട് ദ സൺ ഇൻ ഏത് പാത്തിലാണ്? യെസ്, ഒരു ഇലോങ്ങേറ്റഡ് പാത്തിലാണല്ലേ. ആ ഇലോങ്ങേറ്റഡ് പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്. പോൾ സ്റ്റാർ ഏത് ഡയറക്ഷനിലാണ് ഉള്ളത്? നോർത്ത് ഡയറക്ഷനിലാണ് ഉള്ളത്. വെരി ഗുഡ്. അസ്റ്റിരിയോഡ് ബെൽറ്റ് എവിടെയുള്ളത്? നിങ്ങള് ഞാൻ നിങ്ങൾക്ക് ആ ഡയഗ്രാം ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോ പലർക്കും അത് അങ്ങനെ മാറിപ്പോകുന്നുണ്ട്. എവിടെയാ അസ്റ്റിരിയോഡ് ബെൽറ്റ്സ് ഉള്ളത്? നോക്കൂ, മാർസിന്റെയും ജൂപ്പിറ്ററിന്റെ ഇടയിലാണല്ലേ. വെരി എഫിഷ്യന്റ് മദർ ഏതിന്റെയൊക്കെ ഇടയിലാണുള്ളത്? മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയില് ഉള്ള ആളാണ് ആര്? അസ്റ്റിരിയോഡ് ബെൽറ്റ്. മദറിന്റെയും ജസ്റ്റിന്റെയും, ഓക്കെ, മൈ വെരി എഫിഷ്യന്റ് മദർ മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിലുള്ള ആളാണ്. അപ്പൊ നമ്മുടെ മദറില്ലേ,
നമ്മുടെ ഓർഡറിൽ നമ്മുടെ സ്വന്തം മദറിന്റെ ജൂപ്പിറ്ററിന്റെയും ഇടയിൽ ജസ്റ്റ് മദറിന്റെയും മദർ ജസ്റ്റ് സെർവ്ഡ് as nuts. അതിന് രണ്ടിലും ഇടയിലുള്ള ആളാണ് ആസ്ട്രിയോഡ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇപ്പോ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മുടെ NCERT ടെക്സ്റ്റുകളിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതല്ലാതെ നമ്മളിപ്പോ പ്രധാനപ്പെട്ട് നമ്മൾ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടല്ലേ തയ്യാറാവുന്നത്. അപ്പോൾ അത്തരം മത്സര പരീക്ഷകൾക്ക് ഇത്തരം ചാപ്റ്ററുകളിൽ നിന്ന് ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതും ഈ പാഠഭാഗത്തിന്റെ ഷോർട്ട് നോട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അത് വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ അക്കാദമിക് ഹെഡ് വിഷ്ണു സാറിനോടോ വിഷ്ണു സാറിന്റെ അടുത്ത് ചോദിക്കേണ്ട, ഞാനെടുത്ത സബ്ജക്റ്റിന്റെ പാഠഭാഗങ്ങളുടെ സംശയം എന്നോട് തന്നെ ചോദിക്കാം. എനിക്ക് പേഴ്സണലായി മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യും. എല്ലാവരും ഇത് ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പാഠഭാഗവുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.